ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. ഇന്ന് ഏകാദശി വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ. അത് പറയാനാണ് ഞാൻ വന്നത്. ഈ ഒരു വാക്കുകൾ മുഴുവനും നമ്മളുടെ കണ്ണൻ്റെ അലങ്കാര പൂജ പറയുന്ന കുമാരേട്ടൻ്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. കാരണം അദ്ദേഹത്തിനോട് ഞാൻ ഗുരുവായൂരുണ്ടായ അനുഭവ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ സുദർശനാമേ ഇതൊരു വാക്കുകളായിട്ട് എനിക്ക് വീഡിയോ ആയിട്ട് പറഞ്ഞു തരൂ. കാരണം ഇതൊക്കെ കേൾക്കാൻ എത്ര പേർക്ക് കൊതിയെന്ന് അറിയോ. കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവും ഇതൊക്കെ കേൾക്കാൻ. അവർക്കൊക്കെ കൊടുക്കണം എനിക്ക്. ഗുരുവായൂരപ്പൻ്റെ മഹത്വമല്ലേ, അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കണം. നമ്മുടെ ഗുരുവായൂരപ്പനല്ലേ, അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ മഹത്വം എല്ലാവരിലേക്ക് എത്തിക്കാനും സുഖമല്ലേ. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് അവരോട് പറയാനൊക്കെ മറന്നു പോകും. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് പറഞ്ഞാൽ അത് ഉപകാരമായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരി, നമുക്ക് ആ ഗുരുവായൂരപ്പൻ തന്നെ പറയണ പോലെയാണ് കുമാരേട്ടൻ പറയുമ്പോൾ എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ വിചാരിച്ചു ആ ഏകാദശി വിശേഷങ്ങൾ ഒരുമിച്ച് അങ്ങനെ പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു. ഏകാദശിക്ക് ആ ഏകാദശി സമയത്ത് ഇങ്ങനെ നവമി തൊട്ടിട്ട് നവമി, ദശമി, ഏകാദശി ഈ 3 ദിവസവും ആ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് സാധിച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ അഷ്ടമി മുതൽ അഷ്ടമിയുടെ അന്ന് അവിടെ എത്തി. പക്ഷേ അഷ്ടമിയുടെ അന്ന് തൊഴാനൊന്നും സാധിച്ചില്ല. പുറമെയൊക്കെ നിന്ന് ഇങ്ങനെ തൊഴുത് പോരുക ചെയ്ത്, തിരക്കുണ്ടായിരുന്നു, അന്ന് തൊഴാൻ പറ്റിയില്ല. നവമിയുടെ അന്നാണ്. നവമിയുടെ അന്ന് രാവിലെ നേരത്തെ പോയി ഗുരുവായൂരപ്പനെ തൊഴുതു. അപ്പോഴാണ് നമ്മളുടെ പുസ്തകം അവിടെ അകത്ത് കൊടുത്ത് പൂജിച്ചത്. സുഖമായിട്ടുള്ള ദർശനം കിട്ടി രാവിലെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം മുഴുവനും തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് അകത്ത് കടന്ന് തൊഴാൻ പറ്റിയില്ല. അന്നത്തെ അലങ്കാര പൂജ തൊഴണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അന്ന് അലങ്കാര പൂജയൊന്നും തൊഴാനായിട്ട് സാധിച്ചില്ല. പുറമേ നിന്ന് തന്നെ തൊഴുത് എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് തൊഴുത് അന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ദശമിയുടെ അന്ന് രാവിലെ ചെന്ന് ഒരു ക്യൂ നിന്ന് ഭഗവാനെ ഉച്ചപൂജയ്ക്ക് ധാരാളം നാമം ജപിക്കാനായിട്ട് സാധിച്ചു. ക്യൂ നിൽക്കണതിൻ്റെ ഇടയിൽ ധാരാളം നാമം ജപിക്കാനായിട്ട് സാധിച്ചു. അതിന് ഭഗവാൻ തന്നെ അവസരം ഒരുക്കി തന്നു. കാരണം ക്യൂ നിൽക്കാനായിട്ട് ചെന്നത് ഒരു 10:30 നേരത്താണ് അവിടെ എത്തിയത്. അപ്പോൾ 10:30ക്ക് അവിടെ എത്തിയിട്ട് ക്യൂവിൽ കയറി നിന്നു. ആരുമില്ല ക്യൂവിൽ. 2-3 വരികൾ, 3-4 വരികളുണ്ട് അവിടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ 4 വരി കഴിഞ്ഞാൽ നമുക്ക് പോകാം, 5-ാമത്തെ വരി. അപ്പോൾ എന്തായാലും 11:30 ആകുമ്പോഴേക്കും തൊഴുത് കഴിയുന്ന ഉറപ്പാണ്. അപ്പോൾ എന്തായാലും അപ്പോഴും ഞാൻ വിചാരിച്ചു, ഈശ്വര ഇന്നും ഉച്ചപൂജ അലങ്കാരത്തിന് കാണാൻ സാധിക്കില്ല, അത് കണ്ടു തൊഴുമ്പോഴാണ് ഒരു സന്തോഷേ. അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഉള്ളിൽ കയറിയിരുന്നു, നാമം ജപിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമിമാർക്ക് പ്രത്യേക ക്യൂ ഉണ്ട്. ആ സ്വാമിമാരുടെ ക്യൂ ഒക്കെ വന്നു. അപ്പോൾ ഒരു ക്യൂ അവിടുന്ന് വിട്ടതിന് ശേഷം പിന്നെ സ്വാമിമാരുടെ ക്യൂ ആണ് വിട്ടത്. അങ്ങനെ പിന്നെ 2ാമത്തെ ക്യൂവും വിട്ടു. അത് കഴിഞ്ഞിട്ടും സ്വാമിമാരുടെ ക്യൂ വിട്ടു. കാരണം സ്വാമിമാർ അകലേന്ന് വരണവരൊക്കെ ആവും. അവർക്കിത് കഴിഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോണ വഴിയിലൊക്കെ വന്ന് തൊഴാൻ വരുന്നതല്ലേ. അപ്പോൾ അവർക്കൊരു പ്രിഫറൻസ് കൊടുക്കാമെന്ന് തോന്നണം. അപ്പോൾ അങ്ങനെ ആയപ്പോഴേക്കും 11:30 ആയി. 11:30 ആയപ്പോൾ എന്ത് ചെയ്തു, നട അടച്ചു ഉച്ചപൂജയ്ക്ക്. അപ്പോൾ സന്തോഷമായി. ഗുരുവായൂരപ്പ എത്ര സമയം ഇരുന്നാലും എന്താ ഉച്ചപൂജ കണ്ട് തൊഴാലോ. ഇനി ആദ്യം അല്ലാണ്ട് ഇവിടെ ഒന്ന് ക്യൂ നിന്ന് തൊഴാച്ചാൽ സാധിക്കില്ല. പിന്നെ ഗുരുവായൂരപ്പൻ നമ്മളെ ബുദ്ധിമുട്ടിക്കണമൊന്നുമില്ലാന്നേ. ഗുരുവായൂരപ്പൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ. എന്താ ഇപ്പോൾ ബുദ്ധിമുട്ട് ഇരിക്കാൻ? എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കുക, ഇരുന്ന് ജപിച്ചാൽ പോരെ.
പിന്നെ ധാരാളം പേര് പരാതി പറയണ കാണാം, നിന്നു, അത്ര നേരം നിന്നു, വയ്യാണ്ടായി. ഗുരുവായൂരപ്പൻ ഒരാളോടും പറയണില്ല, അതെ നിങ്ങൾ ഇത്രയും നേരം ക്യൂ നിന്ന് എന്നെ ഒന്ന് വന്ന് കാണണം കേട്ടോ, ഞാൻ ആരോടാ പറയണേ, ആരോടും പറയണില്ല. വേറെ ഒരാളും അവരെ നിർബന്ധിക്കണമില്ല നിങ്ങൾ പോയി ക്യൂ നിന്ന് കാണുമെന്ന്. നമ്മുടെ ഉള്ളിൽ നല്ല ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടത്തോടു കൂടി വേണം നിൽക്കാൻ, എത്ര നിന്നാലും. കാരണം എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. രാവിലെ 2:30 ഒരിക്കൽ ക്യൂ നിന്നിട്ട് ഉച്ചയ്ക്ക് 1:30 തൊഴുതേന്ന് പറഞ്ഞ അത്രയും ആ ഭഗവാനോട് ഇഷ്ടം. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി ശരിക്കും. അവരത്രയ്ക്കൊന്നും ഞാൻ എത്തിയിട്ടേ ഇല്ല. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കപ്പോൾ വെള്ളം കുടിക്കാനോ വയ്യാണ്ടൊക്കെ ആയില്ല, ഇത്രയും വെളുപ്പിന് എഴുന്നേറ്റ് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഇടയിൽ പോയി നിങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന് പോയി ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ ചോദിച്ചു. പറഞ്ഞില്ല, അത്ര ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കും, 3:30, 4:30, 5:30, 6:30, 7:30, 8:30, 9:30, 10:30, 11:30, 12:30, 1:30, എത്രയാ 10-11 മണിക്കൂർ ക്യൂ നിന്ന് തൊഴുതു. എന്നിട്ട് അവരത് ആസ്വദിക്കുക. എന്നിട്ട് അവർ പറയും, ഇനിയും വേണമെങ്കിൽ ഞങ്ങൾ ക്യൂ നിന്ന് തൊഴാം. എന്ത് സുഖാ ഭഗവാന്റെ നാമം ജപിച്ച് ഇങ്ങനെ ക്യൂ നിൽക്കാനായിട്ട്. എനിക്ക് കൈവേദനയും കാലുവേദനയൊക്കെ ഉള്ളതാണ്, പക്ഷേ എനിക്ക് ഒരു വേദന അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞേ ഇല്ല, നിൽക്കാന്നൊന്നും നടക്കണതും ഒന്നും അറിഞ്ഞില്ല. എനിക്ക് ഇത്രയും സമയം നിന്നു എന്ന് പോലും തോന്നിയില്ല എന്ന്. അങ്ങനെ വേണ്ടേ ഗുരുവായൂരപ്പനെ തൊഴാൻ? ഇത് മുന്നിലുള്ളവരെ പഴി പറഞ്ഞ്, പിന്നിലുള്ളവരെ പഴി പറഞ്ഞ്, കുറേ ജീവനക്കാരെ പഴി പറഞ്ഞ്, അവരെ കുറ്റം പറഞ്ഞ്, ഇവരെ കുറ്റം പറഞ്ഞൊക്കെ നമ്മൾ ആ ഭഗവാന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ ഭഗവാനെ ഒന്ന് കാണാൻ പറ്റും. ഒരു സെക്കൻഡ് ദർശനം നമുക്ക് ആ ഭഗവാൻ അനുവദിച്ച് തന്നില്ലേ? ആ ഒരു സെക്കൻഡ് അനുഭവിക്കുകയല്ലേ വേണ്ടേ? അതിന് എന്തിനാ അവരെയൊക്കെ കുറ്റം പറഞ്ഞ് ഉള്ളത്? നമ്മൾ ചെയ്ത പുണ്യം കൂടി ഇല്ലാണ്ട് ഭഗവാൻ ഇത്രയും കാരുണ്യത്തിലെ അവസരം ഒരുക്കി തരണം. അപ്പോൾ എന്നോട് ഇത്ര നേരം ക്യൂ നിന്ന് തൊഴാൻ പറഞ്ഞാൽ എനിക്ക് സാധിക്കില്ല. എൻ്റെ മനസ്സതിനെ ഒരുങ്ങിയിട്ടില്ല, എനിക്ക് പറ്റില്ല. എൻ്റെ ശരീരം ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കാത്ത അവസ്ഥയിലായി തുടങ്ങി. അപ്പോൾ എനിക്ക് സാധിക്കില്ല. അപ്പോൾ ഗുരുവായൂരപ്പന അത് അറിയുണ്ടാവും. അപ്പോൾ അവിടെ ഇത്രയും നിൽക്കാനായിട്ടുള്ള ഒരു ഇതുള്ളവരെ മാത്രമേ അങ്ങനെ നിർത്തണുള്ളൂ ഭഗവാൻ, അല്ലാത്തവരെ നിർത്തണില്ല. അപ്പം നമ്മൾ ഒരാൾക്കും വേണ്ടിയിട്ടാവരുത് അങ്ങനെ ഇത്രയും നേരം ക്യൂ നിന്ന് ഭഗവാനെ തൊഴുതെന്ന് മേനി പറയാനും ആവരുത്. ഭഗവാനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് എത്ര ജന്മം വേണമെങ്കിലും കാത്തിരിക്കാൻ കണ്ണാ എന്ന് ആ രുക്മിണീദേവി പറയണം. അതുപോലെ എത്ര വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം കണ്ണാ, എൻ്റെ മുമ്പിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ ആ കുറൂരമ്മ അനുഭവിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഒരു ജീവിതം മുഴുവനും എത്രയോ കാര്യങ്ങൾ. ലൗകിക ദൃഷ്ടിയിൽ നോക്കിയാൽ സന്തോഷം എന്ന് പറയണത് കുറൂരമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ കുറൂരമ്മ എപ്പോഴും സന്തോഷവതിയായിരുന്നു. കാരണം കുറൂരമ്മയ്ക്ക് ഒരു പരാതി ഉണ്ടായിട്ടില്ല, പരിഭവം ഉണ്ടായിട്ടില്ല. എന്നെ അങ്ങനെ ചെയ്തൂലോ വേണം, ഇവരിങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കുറൂരമ്മയ്ക്ക് ഒരേ ഒരു ലക്ഷ്യം, കണ്ണനെ കാണണം, കാണും, കണ്ണനെ ഉറപ്പായിട്ടും കാണാൻ പറ്റും എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ കുറൂരമ്മയ്ക്ക് ഉണ്ടായുള്ളൂ. അപ്പം അതുകൊണ്ട് സുഖമായിട്ട് അതൊന്നും അനുഭവമാവാണ്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് തന്നെയാണ് കുറൂരമ്മ. നമ്മൾ സീരിയലുകളും കഥകളൊക്കെ വായിക്കുമ്പോൾ ദുഃഖങ്ങളെ പരത്തി പറയേണ്ടത് എന്താണെന്ന് അറിയോ? നമ്മളുടെ മനോഭാവം അങ്ങനെയായതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രേമസിന്ധുവിലെ മുക്താവലികൾ എന്നുള്ള പുസ്തകത്തിൽ കുറൂരമ്മയുടെ ആ ഒരു ഭാവത്തിലല്ല അത് പറഞ്ഞിരിക്കണം. അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്, പക്ഷെ കുറൂരമ്മ ഉൾക്കൊണ്ട ഭാവം അതായിരുന്നില്ല എന്ന് നമുക്ക് ചിന്തിച്ചാലറിയാം. ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ തക്ക ആ ഭക്തിയുള്ള ഒരമ്മയ്ക്ക് ഈ ദുഃഖങ്ങളാണോ? അമ്മയ്ക്ക് ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായുള്ളൂ, ആ ഗുരുവായൂരപ്പനെ. അല്ലേ നമ്മൾ പറയില്ലേ, ഒരേയൊരു ലക്ഷ്യം ശബരിമാമല, അല്ലേ? അപ്പോൾ അത് ആ ഭഗവാനെ കാണാനുള്ളത് ഒരേ ഒരു ലക്ഷ്യം ആ ഭഗവാന്റെ ആ പുണ്യദർശനമാണ്. ആ പുണ്യദർശനത്തിന് വേണ്ടിയിട്ടാണ് പോണേ. കല്ലും മുള്ളും ചവിട്ടി മല കയറിയൊക്കെ പോകണു, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് ആനന്ദത്തോടു കൂടിയിട്ട് ആരാണോ ചെയ്യണത് അവർക്കാണ് ആ ഗുരുവായൂരപ്പനെ അനുഭവമാവുള്ളൂ. മറ്റുള്ളവർക്ക് അനുഭവമാവില്ല. അവരുടെ കർമ്മപ്രാരബ്ധം വേണമെങ്കിൽ കുറച്ച് ഒടുക്കാനും കൂടി വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ നിർത്തണേ. പക്ഷേ അവരതിന് ഇരട്ടി കർമ്മപ്രാരബ്ധം ഉണ്ടാക്കി തീർക്കും. എങ്ങനെ? മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും, അവരെ ചീത്ത പറഞ്ഞും, ഇവരെ ചീത്ത പറഞ്ഞും, അത് ശരിയല്ല, ഇതിൻ്റെ ഭരണം ശരിയല്ല, അത് ശരിയല്ല,
ഇതൊക്കെ ഉണ്ടല്ലോ എല്ലാം ഭഗവാൻ അറിയാണ്ട് അവിടെ ഒന്നും നടക്കണില്ല. എന്തെങ്കിലും ഉണ്ടാവും ഒരു ലക്ഷ്യം, അല്ലേ? ഒരു ഹിരണ്യാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ഹിരണ്യകശിപു ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ പിന്നിൽ ഭഗവാന്റെ ആ ഒരു ഇച്ഛ തന്നെയാണ്. കാരണം എന്താ? അതുകൊണ്ട് കുറേ പേരെ ഉദ്ധരിക്കാനും കുറേ പേർക്ക് മുക്തി നൽകാനും. അപ്പോൾ ഓരോരുത്തരുടെയും കർമ്മവാസനകൾ, ഈ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെ ഒക്കെ കർമ്മവാസനകൾ ഒടുങ്ങണമെങ്കിൽ അവർക്ക് ആസുരിക ഭാവം കൂടി കുറച്ചുണ്ട്. അത് അനുഭവിച്ച് ചെയ്തിട്ട് അതില്ലാണ്ടാവണം. അതില്ലാണ്ടാവുമ്പോഴേ അവർക്ക് മുക്തി ലഭിക്കുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഭഗവാൻ. അപ്പം നമുക്ക് വന്നു ചേർന്നത് ഓരോന്നും കുറേ അധികം നേരം ക്യൂ നിർത്തുന്നുണ്ട് നമ്മളെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ കർമ്മപ്രാരബ്ധങ്ങൾ ഒടുങ്ങാൻ വേണ്ടിയിട്ടാണ് കണക്കാക്കി നോക്കൂ. അവിടെ ഇരുന്നിട്ട് നമുക്ക് ഒരു നാമം ജപിക്കുന്നുണ്ടോ? അപ്പുറത്തിരിക്കണവരെ കുറ്റം പറയണു, ഇപ്പുറത്തിരിക്കണവരെ കുറ്റം പറയണു, രാഷ്ട്രീയം പറയണു. ഇതൊക്കെ പലതവണ നമ്മളിവിടെ പറഞ്ഞതല്ലേ. രാഷ്ട്രീയം പറയണു, പിന്നെ അതുകൂടാതെ കണ്ട എന്തെല്ലാം കാര്യങ്ങൾ പറയണു. ആരെയും ഒന്നിനെയും കുറ്റം പറയണ്ട. നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം ചൊല്ലാൻ? നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. ഹരേ രാമയൊക്കെ ഇനി നീണ്ട് ജപിക്കേണ്ടതെന്ന് വിചാരിക്കുകയാണെങ്കിൽ വേണ്ട. നാരായണ 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 നാമം ചെല്ലുമ്പോഴേ ആ പൊന്നുണ്ണിക്കണ്ണനെ ഒരു ഊഞ്ഞാലിൽ അങ്ങോട്ട് ഇരുത്തിയിട്ട് അങ്ങോട്ട് ആട്ടിത്തുടങ്ങുക. നാരായണ 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 രാധാ ഗോവിന്ദ. അങ്ങനെ ഊഞ്ഞാലിലായിട്ട് അത് ഹരേരാമ ജപിക്കുകയായാലും എന്ത് ജപിക്കുകയായാലും ആ ഭഗവാന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളല്ലേ വൃന്ദാവനത്തിലൂടെ ഇങ്ങനെ അല്ലെങ്കിൽ ഭഗവാൻ നമ്മളുടെ മടിയിലിരുത്തിയിട്ട് നമ്മളിതാ അങ്ങനെ കുട്ടികളെ ആദ്യം അമ്മമാർ നാമം ചെല്ലുമ്പോൾ എന്താ കുട്ടികളെ മടിയിലിരുത്തി നാരായണ നാരായണ. അപ്പോൾ എന്തിനാ ഈ ആടണേന്ന് ചോദിക്കും. ഈ ആടണത് ശരീരം ആടണതേ ഉള്ളിലുള്ള ആനന്ദത്തിൻ്റെ ഒരു പ്രതിഫലനാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ചിലവർക്ക് ആനന്ദം അങ്ങനെ ആടുമ്പോഴാണ് കിട്ടുക, ചിലവർക്ക് നിശ്ചലമായിട്ടിരുന്നാലാണ് കിട്ടുക, അല്ലേ? പാട്ട് പാടണവരെ കണ്ടിട്ടില്ലേ? ചിലവർക്ക് അത് പാടണ കാണുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നും. പക്ഷെ കണ്ണടച്ച് കേട്ടാൽ മനോഹരം. ചിലവർക്ക് എന്താ അനായാസമായിട്ട് അതങ്ങോട്ട് പാടണ കാണുമ്പോൾ നമുക്ക് പാട്ട് പഠിക്കാൻ തോന്നും. അതുപോലെ അപ്പം ഇതൊക്കെ അത് അവരുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു ഭാവത്തിനനുസരിച്ചിട്ടാണ് അവരുടെ ശരീരം അത് പ്രകടാക്കണത്. അത് നമ്മൾ അതുപോലെ ഇതിങ്ങനെ പ്രകടമാവണം. അത്രയും സന്തോഷമായിട്ടാണ് ഇരിക്കേണ്ടത് നമുക്ക്. അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ദശമിക്ക് ഭഗവാനെ കാണാൻ പോയത് നാമം ജപിച്ചിരുന്നു. തൊട്ടടുത്തിരുന്ന ഒരച്ഛൻ വന്നിരുന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഞങ്ങൾ അത് നാമം ജപിക്കുന്നതിനിടയ്ക്ക് സത്സംഗം ഉണ്ടായി. അദ്ദേഹം കുറേ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ആ ഗുരുവായൂർ വന്നിട്ടുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. അങ്ങനെ അതൊക്കെ കേൾക്കാൻ ഭാഗ്യമുണ്ടായി. അത് പരസ്പര സത്സംഗം എന്നാണ് പറയുക അതിനെന്ന് സീതാമാമി പറഞ്ഞു തന്നു. അങ്ങനെ കുറേ അങ്ങനെ അനുഭവം ഉണ്ടായി. അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, അടുത്തിരിക്കണവരെല്ലാവരും നമ്മളിത് ഒരാൾ ഭഗവാന്റെ കഥ പറയുമ്പോൾ എല്ലാവരും കൂടി അത് കേൾക്കുകയാണെങ്കിൽ എല്ലാവർക്കും എത്ര ആനന്ദം ഉണ്ടാവുക. പക്ഷെ അപ്പോഴും അവരൊന്നും ഇവിടെയൊന്നും അല്ല, മനസ്സൊന്നും കൂടി ഇല്ല, വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലാണ് ചർച്ച. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് മൂകാംബികയിൽ പോയി വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയില്ലെങ്കിൽ എന്താ സുദർശന, അങ്ങനെ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ലായിരുന്നു സുദർശന ചേച്ചി. കാരണം എന്താണെന്ന് പറയുക, ഈ കുട്ടികളെ കൊണ്ടുവന്നിട്ട് എത്ര കുട്ടികളാണ് അവർ സ്കൂളുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വരിയായിട്ട് നിന്ന് ഭഗവാന്റെ അടുത്ത് ചെന്ന് നാമം ജപിക്കണതും പൂജിച്ച പേന പൂജിച്ച് വാങ്ങണ എക്സാം വരെയല്ലേ, ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ വരെയല്ലേ, അതിൻ്റെ ആവും. എന്നാലും ഇത്ര അധികം കുട്ടികളെ ഭഗവാനിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ആ നിഷ്ഠയൊക്കെ പഠിപ്പിക്കുമ്പോൾ എന്തൊരു അച്ചടക്കത്തോടു കൂടിയിട്ടാണ് അവർ ചെയ്യണത്. അതൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമായിരുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത് നാമം ജപിക്കാനായിരിക്കണം, ഈശ്വര കഥകൾ കേൾക്കാനായിരിക്കണം, ഈശ്വര കഥകൾ മാത്രം പറയണം. വർത്തമാനം പറയും നാമം ജപിക്കാൻ പറ്റണില്ല എന്നുവെച്ചാൽ കണ്ണൻ്റെ കഥകൾ പറഞ്ഞോളൂ. കണ്ണൻ്റെ കഥകൾ അറിയില്ല എന്നുവെച്ചാൽ ഇതിനു മുമ്പ് ഗുരുവായൂർ വന്നപ്പോൾ ആ ഗുരുവായൂരപ്പനെ കണ്ടതും ചന്ദനച്ചാർത്തിൻ്റെ അലങ്കാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആ ഭഗവാന്റെ സംബന്ധിയായിട്ട് പറയൂ, അല്ലാത്തതൊന്നും പറയാതിരിക്കൂ. അപ്പോൾ നമുക്ക് നല്ല ആനന്ദം ഉണ്ടാവും. അപ്പം അങ്ങനെ ഞങ്ങളിതാ 12:30 ശരിക്കും 1 മണി വരെ ആ ക്യൂവിൽ നിന്ന് 1-1:15 തൊഴുതപ്പോൾ
അപ്പോൾ ആ വേണുഗാനം പൊഴിക്കുന്ന ആ ബാലഗോപാലനാണ് അന്നത്തെ ആ ദർശനം. സുഖമായിട്ട് ചന്ദനം ചാർത്തിയിട്ട് കണ്ടു നവമിയുടെ അന്ന്, അല്ല ദശമിയുടെ അന്ന്. നവമിയുടെ അന്ന് രാവിലെ ഉള്ള രാവിലെയാണ് പോയി കണ്ടത്. അപ്പോൾ ആ രാവിലത്തെ ബാലഗോപാലനായിരുന്നു. ഇവിടെ വേണുഗോപാലനായിട്ട് അത്യന്ത സുന്ദരനായിട്ട് ആ ഭഗവാൻ ദർശനം തന്നു. അത് കഴിഞ്ഞ് പിന്നെ ക്യൂ നിന്നിട്ട് ഒക്കെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് പുറത്ത് വന്ന് ആഹാരമൊക്കെ കഴിച്ച് മുറിയിൽ പോയി. മുറിയിൽ പോയതിന് ശേഷം പിന്നെ ഭഗവാൻ തന്നൊരനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറില്ല, അച്ഛൻ്റെ കാര്യം പറയാറുണ്ടല്ലോ, ഗുരുവായൂർ പ്രഭാകർജി. അപ്പം അച്ഛൻ പറഞ്ഞു, അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, മോളെ ഒന്ന് കാണണമെന്നുണ്ട്. തലേന്ന് ഞാനും ഹസ്ബൻഡും കൂടി പോയി കണ്ടതാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, ഒന്നും കൂടി കാണണം എന്നൊരാഗ്രഹം തോന്നുക, മോള് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി പോയി. അവിടെ ചെന്നിട്ടും അത്രയ്ക്കും ഭഗവാന്റെ കഥകൾ തന്നെ, അവിടുത്തെ സത്സംഗം, ആ ഭഗവാന്റെ കഥകൾ തന്നെ, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഭാഗവതമായിട്ടും ഭഗവത്ഗീതയായിട്ടും എന്തൊക്കെ അച്ഛൻ പറഞ്ഞു തന്നത്. അങ്ങനെ അവിടെ ഇരുന്നാൽ വേറെ ഒരു കാര്യത്തെ പറ്റിയിട്ടും അവിടെ ആരും സംസാരിക്കുന്നില്ല. അപ്പം അത്രയും ആ ഒരു അനുഗ്രഹം, അച്ഛൻ്റെ അനുഗ്രഹം, അച്ഛൻ്റെ ബ്ലെസ്സിങ്, സന്തോഷം. കാരണം ആ ഒരു ദിവസം അവിടെ അച്ഛൻ പറഞ്ഞത് അനുസരിച്ചിട്ട് ഗുരുവായൂരപ്പൻ കൊണ്ടുപോയില്ലോ, അത് തന്നെ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യാണ്, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പോയി ആ അനുഗ്രഹമൊക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നത്. വീണ്ടും ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് തന്നെ പോയി. ആ സന്ധ്യ നേരത്തെ ആ ദശമി വിളക്കൊക്കെ ധാരാളം കണ്ട് 9 മണിയോട് കൂടിയിട്ട് ആ ക്ഷേത്രത്തിൽ 9 മണി വരെ വിളക്കൊക്കെ കണ്ട് അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നു. 9 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ്, ഏകാദശിയല്ലേ, നേരത്തെ എഴുന്നേറ്റിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുക. അപ്പോൾ ഏകാദശിക്ക് ഞാൻ നിൽക്കണം എന്നൊന്നും വിചാരിച്ചില്ല. പുസ്തക പ്രകാശനം കഴിഞ്ഞ് തിരിച്ചു പോരാമെന്ന് തന്നെയായിരുന്നു. ഹസ്ബൻഡും ഉണ്ട് കൂടെ. അപ്പോൾ അദ്ദേഹത്തിന് ജോലിയുണ്ട്, വരാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് മോഹം. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കാലമായിട്ട് എൻ്റെ ശരീരം പറഞ്ഞാൽ കേൾക്കാണ്ടായി തുടങ്ങി. അപ്പോൾ ഇത് എപ്പോഴാണ്, ഇപ്പോൾ കുറേശ്ശെങ്കിലും കേൾക്കുന്നുണ്ട്, എപ്പോഴാണ് തീരെ മുഷിഞ്ഞ് ഞാൻ കേൾക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഏകാദശി തൊഴാൻ പോയിട്ടേ ഇല്ല. ഞാനിവിടെ ഈ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ ജനിച്ച് വളർന്നിട്ട് പോലും ഒരു ദിവസം പോലും, ഒരു തവണ പോലെ ഏകാദശിക്ക് തൊഴാൻ പോകാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഏകാദശിക്കാലത്ത് തന്നെ ഞാൻ പോയിട്ടില്ല. അച്ഛൻ എല്ലാ വർഷവും ഗുരുവായൂർ ഏകാദശി, തൃപ്രയാർ ഏകാദശി, വെക്കത്തഷ്ടമി, ആലുവ ശിവരാത്രി, ഇതിനൊക്കെ പോവും. അപ്പോൾ ആ അച്ഛൻ പോവാറുണ്ട്, രാത്രിയൊക്കെ പോകും. ഞാൻ പറയാം, എന്നെ കൊണ്ടുപോകുമെന്ന് കുറേ ചോദിക്കും അച്ഛനോട് ആ സമയത്ത്, ചെറുപ്പത്തിലൊക്കെ. കുട്ടികളെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ ഭയങ്കര തിരക്കാണ്, നിങ്ങളെയൊന്നും നോക്കാൻ പറ്റില്ല എന്നുകൊണ്ട് അച്ഛൻ കൊണ്ടുപോകാറില്ല. ഇവിടെ ഇരുന്ന് നാമം ജപിച്ചാൽ മതി, കുട്ടികളൊക്കെ നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ ഭഗവാൻ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിചാരിച്ചു വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ പോകാമെന്ന്. അതും തരായില്ല. അപ്പോൾ അത് കാരണം നമ്മൾ അത്രയ്ക്കൊന്നും ആയിണ്ടാവില്ല. ഓരോരുത്തരും വന്ന് പറയുമ്പോൾ അങ്ങനെ കൊതിക്കുക ചെയ്യാറ് ഏകാദശിയുടെ കാര്യങ്ങൾ. അതുപോലെ അഷ്ടമീരോഹിണിയുടെ കാര്യം. അഷ്ടമീരോഹിണിക്ക് ഒരു വർഷം പോയി ഞാൻ, അത് ആ മോഹം സാധിച്ചു. ഇപ്പോൾ ഇത് തിരിച്ചു പോരുക എന്നപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. ഈ ഒരു വർഷമെങ്കിലും ഒന്ന് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന്. മാത്രമല്ല എൻ്റെ മോളുടെ, അതായത് മകൻ്റെ ഭാര്യയുടെ അമ്മ മിനി എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ചെന്നാലേ ഗുരുവായൂരപ്പൻ പുറത്താണ്ടാവുക, അന്നത്തെ ദിവസം അകത്തല്ലാണ്ടാവുക, ഉള്ളിൽ കയറി തൊഴണമെന്നൊന്നുമില്ല, പുറത്താണ്ടാവുക, എല്ലാവരെയും നോക്കിക്കൊണ്ട് പുറത്തുണ്ടാവും. നമ്മളുടെ അടുത്തേക്കൊക്കെ വരും ഗുരുവായൂരപ്പൻ, ഏതെങ്കിലും ഭാവത്തിൽ വരും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരു 10-18 വയസ്സായ ഒരു മോൻ്റെ ഭാവത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആ വിശേഷമൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ കാണാണ്ടായതും ഒക്കെ ആയിട്ടുള്ളത്. അതുവരെ കൂടെ ഉണ്ടായ ആളെ പെട്ടെന്ന് കാണാണ്ടായ വിശേഷമൊക്കെ പങ്കുവച്ചപ്പോൾ എനിക്ക് കൊതിയായി. ഭഗവാനെ, എനിക്കൊന്നും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിലും വേണ്ടില്ല, ഭഗവാൻ വരുമല്ലോ, എന്നാൽ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടെങ്കിലും വേണ്ടില്ല. ഭക്തന്മാരെയൊക്കെ പ്രദക്ഷിണം വെച്ചിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും പുറമേ കൂടെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് എല്ലാവരെയും കൂടി ഒരുമിച്ച് നമസ്കരിക്കാം, ഭഗവാനെയും ഭക്തന്മാരെയും എന്നൊക്കെ കൊതിച്ച് കാത്തിരുന്നു. അപ്പോൾ എന്തോ അദ്ദേഹം പറഞ്ഞു, നിൽക്കുകയാണെങ്കിൽ നിന്നോളൂ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനപ്പോൾ
അന്ന് അങ്ങനെയാണ് ദശമിക്ക് ഞാൻ അവിടെ ഉണ്ടായി. അപ്പോൾ ഏകാദശിക്കൊക്കെ അവിടെ ഉണ്ടാവാൻ കാരണം ഉണ്ടായത്. അപ്പോൾ ഏകാദശിയുടെ അന്ന് ഞങ്ങൾ പറഞ്ഞു നേരത്തെ എഴുന്നേറ്റിട്ട് കുളിച്ച് നമുക്ക് നേരത്തെ പോയി ക്യൂ നിൽക്കാം, എന്നിട്ട് നമുക്ക് തൊഴാം ഭഗവാന്റെ അടുത്തേക്ക്. ഉള്ളിൽ കടക്കാൻ സാധിച്ചില്ല, ക്യൂ നിൽക്കാൻ സാധിച്ചില്ല എന്ന് വെച്ചാൽ വിഷമിക്കേണ്ട, നമുക്ക് അകത്ത് എവിടെയെങ്കിലും ഇരുന്ന് നാമം ജപിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരി ശ്രീദേവി കൂടിയിട്ട് അങ്ങനെ തീരുമാനിച്ച് കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഉണർന്ന് നോക്കിയപ്പോൾ 4:30 കഴിഞ്ഞു. ഇതുവരെയും ഗുരുവായൂർ പോയാൽ ഉറങ്ങാത്ത ആളാണ്, തീരെ ഉറങ്ങില്ല ഗുരുവായൂർ പോയാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് വിളിച്ചാവുക, നേരം വൈകിയോ, പിന്നെ 1 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് കുളിക്കും, ഇനി കിടന്നുറങ്ങണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് സ്വഭാവം. ആദ്യമായിട്ടാണ് സുഖമായി അങ്ങോട്ട് ഉറങ്ങിയിട്ട് 4:30 എണീറ്റ്. പിന്നെ എന്താ ചെയ്യുക, ഭഗവാൻ നിശ്ചയിച്ച സമയം എപ്പോഴാവുമായിരിക്കും എന്ന് വിചാരിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞ് ഞങ്ങളവിടെ ആ കുളത്തിൻ്റെ അവിടെയുള്ള ആ ഭാഗത്തെ കൂടെ അതിലാണ് അങ്ങോട്ട് അകത്തേക്ക് കടന്നത്. ആ ഒരു ജയപതാക സ്റ്റോറിൻ്റെ അവിടെ ഞാൻ നോക്കിയപ്പോൾ ജനസമുദ്രം, അവിടെ മുഴുവനും ജനസമുദ്രം, ഒരൊറ്റ കുറേ നിറച്ച് ക്യൂകൾ, പ്രാദേശിക ക്യൂ ഉണ്ട്, വയസ്സായവരുടെ ക്യൂ ഉണ്ട്, അകത്തേക്ക് കിടക്കാൻ ഭഗവതിക്കെട്ടിൽ നിന്ന് അകത്തേക്ക് കിടക്കാനുള്ള ക്യൂ ഉണ്ട്, അതുപോലെ ഭക്ഷണത്തിനുള്ള ക്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ ക്യൂ ഉണ്ട്. എന്തൊക്കെ ക്യൂ ആണെന്ന് അറിയണില്ല. ആൾക്കാരുടെ വരികൾ മാത്രം, അവിടെ അങ്ങോട്ട് കടന്ന് അങ്ങോട്ട് പോകാനുള്ളൊരു വഴിയില്ല. അതുപോലെ ജനസമുദ്രം. അപ്പോൾ അതൊക്കെ കാണണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അത് കണ്ടപ്പോഴേ തന്നെ സന്തോഷമായി. ഇത്രയും ഭക്തജനങ്ങളെ ഒരുമിച്ച് കാണാൻ സാധിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ പതുക്കെ സ്ഥലം ഉണ്ടാക്കി ഭഗവതിയുടെ അവിടെ വന്നിട്ട് അവിടുന്ന് നടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നല്ല തിരക്ക്, ഇങ്ങനെ ഒരു ജനത്തിരക്ക് ആസ്വദിച്ചിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ എങ്ങനെയോ ആ പുറത്ത് നടയിൽ നിന്ന് നന്നായി തൊഴുതു. അവിടെ അകത്തേക്ക് നോക്കിയപ്പോൾ നല്ല അകലേന്ന് വിളക്കൊക്കെ കാണാൻ, രൂപമൊന്നും കാണില്ല. കാരണം ചന്ദനം ചാർത്തിട്ടുണ്ടെങ്കിൽ ഒരു രൂപമെങ്കിലും കാണും. ഇത് ചന്ദനം ചാർത്തില്ലല്ലോ, രാവിലെ ചന്ദനം ചാർത്തില്ലല്ലോ ആ നേരത്തൊന്നും. 5:15 ഞങ്ങൾ അമ്പലത്തിലെത്തി. ആ നേരത്തൊന്നും ചന്ദനം ചാർത്തില്ല. അപ്പോൾ ദൂരേന്ന് നന്നായി കണ്ടു തൊഴുതു, സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഈ ഭക്തന്മാരുടെ ഇടയ്ക്കൂടെയൊക്കെ ഒന്ന് നടക്കട്ടെ ഇവിടെ എന്ന് വിചാരിച്ചിട്ട് പടിഞ്ഞാറ് നടയിലേക്ക് നടക്കാനായിട്ട് അങ്ങോട്ട് പോയി. പടിഞ്ഞാറ് നടയുടെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. പായസം വാങ്ങാനോ വഴിപാടുകൾ വാങ്ങാനോ ഷീട്ടാക്കാനൊക്കെ നിൽക്കണോട്ടോ ക്യൂകളാണ്. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കടന്ന് നടയിലെത്തിയപ്പോൾ ഒരൊറ്റ ആളില്ല നടയിലകത്തേക്ക് കിടക്കാൻ, ഒഴിഞ്ഞു കിടക്കണു. അവിടെ ആ പ്രദേശത്ത് ഒരാളില്ല എന്നുള്ള ഒരു അത്ഭുതമാണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് കിടന്നപ്പോഴേക്കും അവിടെ വലിയ ക്യൂ പടിഞ്ഞാറ് അറ്റം വരെ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു മനുഷ്യനില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനില്ല. ഞങ്ങൾ 2 പേരും അതിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്നപ്പോഴാണ് അതിലും വിസ്മയം. ഈ പുറത്ത് കണ്ട അതുപോലെയാണ് അകത്ത് ജനങ്ങൾ. അവിടെയുണ്ട് ഒരുപാട് ക്യൂ ഉണ്ട്, പ്രദക്ഷിണം വയ്ക്കണവർ, അങ്ങോട്ട് അവിടെ ഇരിക്കണവർ. അവിടെ ഇരിക്കാൻ പോലും ഒരു സ്ഥലമല്ലേ, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാ സ്ഥലത്തും ജനങ്ങൾ ഭക്തന്മാരും നിറഞ്ഞിരിക്കണം. അത്രയും തിരക്ക് അവിടെ. എന്തൊരു തിരക്കാണ് ശരിക്കും. ഞാൻ ആ ഏകാദശിയുടെ തിരക്ക് ആസ്വദിക്കണം എന്ന് തന്നെ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് പോയത്. അത്രയും തിരക്ക്. ആ തിരക്കിൻ്റെ ഇടയിൽ പ്രദക്ഷിണം വയ്ക്കാനൊന്നും പറ്റില്ല, കാരണം അത്രയും തിരക്കാണ്. പ്രദക്ഷിണം പിന്നെ അങ്ങനെ ചുറ്റും പ്രദക്ഷിണം വയ്ക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും പോയി നോക്കാം എന്ന് പറഞ്ഞ് നടന്ന് കുറച്ച് അങ്ങോട്ട് ആ വടക്കേ നടയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് എല്ലാവരും കടത്തണം. എൻ്റെ അവിടെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എന്നെ ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ വയ്ക്കണു. ഞാൻ അപ്പോൾ അവർ ലെന എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള മോളാണ്. അപ്പോൾ എന്നോട് എപ്പോഴും പറയും ഞാൻ ഗുരുവായൂർക്ക് വരേണ്ട, സുദർശനാമ്മ വരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും ഞാനില്ല മോളെ, അറിയില്ല മോളെ, ഗുരുവായൂരപ്പൻ തീരുമാനിക്കണം, അങ്ങനെയാണ് പറയാറ്. വരണില്ല എന്ന് പറയാൻ പറ്റാറില്ല, അങ്ങനെ ഞാൻ പറയില്ല. ചിലപ്പോൾ ഗുരുവായൂരപ്പൻ കൊണ്ടുപോയി കാത്തിരിക്കുക. അപ്പോൾ ഇത്തവണ എന്നോട് പറഞ്ഞു ദശമിക്ക് ഏകാദശിക്ക് ഞാൻ ഇവിടുന്ന് പോകണ്ട, ഞങ്ങൾക്ക് അവിടുന്ന് അകത്തേക്ക് കടക്കാനായിട്ട് ഇത് കിട്ടും, അമ്മ വരുന്നുണ്ടോ, അമ്മയെ തൊഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ഗുരുവായൂരപ്പനെ അറിയുള്ളൂ, എനിക്കറിയില്ല എന്ന്. അവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു എനിക്കറിയായിരുന്നു അമ്മ വരുന്നു, എനിക്ക് ഉറപ്പായിരുന്നു. അവർ അവരുടെ ആട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതിലെ ആ ക്യൂവിൽ എന്നെ കയറ്റി നിർത്തി, അകത്തേക്ക് കടന്ന് തൊഴാനുള്ള ആ ക്യൂവിൽ കയറ്റി നിർത്തി.
എൻ്റെ ഭഗവാനെ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുക, എന്താ ഗുരുവായൂരപ്പ അപ്പോൾ അവിടെ നടക്കണേ, എന്താ ഗുരുവായൂരപ്പ എന്ന് ഞാൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അവരെന്നോട് കുറേ വർത്തമാനം ആ മോള് പറയുന്നുണ്ട്, ആ മോളുടെ കൂടെയുള്ളവർ പറയുന്നുണ്ട്. ഇതിനൊക്കെ ഞാൻ എന്തൊക്കെയോ മറുപടി പറയുന്നുണ്ട്. പക്ഷെ മനസ്സ് നിറഞ്ഞിട്ട് എനിക്ക് എന്താ സംഭവിക്കണേന്നൊന്നും അറിയില്ല. ഞാനപ്പോൾ വേഗം സ്പീഡിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എനിക്കങ്ങനെ ജപിക്കാൻ മാത്രമേ പറ്റണുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഗുരുവായൂരപ്പനോട് ഒന്നും വർത്തമാനം പറയാൻ പറ്റില്ല, ഒന്നും പറ്റണില്ല. അത്രയും നാമം ജപിച്ച് ഇങ്ങനെ നിന്നിട്ട് അപ്പോൾ ആ 60 വയസ്സായവരെ അകത്തേക്ക് കടത്തണ ക്യൂവിൻ്റെ വഴി കൂടെയാണ് ഇവരെ കടത്തി വിടുന്നത്. അവിടെ വരെ നടന്ന് എത്തിയപ്പോൾ അകത്തേക്കുള്ളത് അവരവിടെ ക്ലോസ് ചെയ്തു. പുറത്തേക്ക് അപ്പോഴേക്ക് 7 മണി ആവാറായി. പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ് ഇനി. അപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇനി 2 മണിക്കൊക്കെ ശേഷം അകത്തേക്ക് കടത്തുള്ളൂ എന്നാണ് പറയണത്. ഇതിലുള്ള ക്യൂ നിർത്താൻ പോകാമെന്ന് പറയണു എന്നൊക്കെ അങ്ങനെ ഓരോരുത്തർ വന്ന് പറഞ്ഞു. എനിക്കതൊന്നുമില്ല, എന്തായാലും വേണ്ടില്ല. ഇവിടെ എനിക്ക് അവിടെ നടക്കണതൊക്കെ ആ ഭഗവാന്റെ കാരുണ്യമായിട്ട്, ആ കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും ഗുരുവായൂരപ്പനാണെന്നൊക്കെ എനിക്കങ്ങനെ അപ്പുറത്തും നിന്ന് ഓരോന്ന് പറയണതൊക്കെ ഗുരുവായൂരപ്പൻ, അങ്ങനെയുള്ളൊരു അതിലാണ്. അപ്പോൾ ഞാനവിടെ ഒരു മോളെ കണ്ടു. ആ മോള് ഇങ്ങനെ എന്തൊക്കെയോ വായിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കാണുന്നത് രാധാറാണി കണ്ണനോട് വർത്തമാനം പറയാമെന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ. അതാണ് രാധാറാണിയെ പോലെ തന്നെ ഒരു മോള്. അതിനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ ഉള്ളിലുള്ള തോന്നൽ സത്യമാവണ പോലെ ആ കുട്ടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ ക്യൂ അങ്ങോട്ട് നീങ്ങുമ്പോൾ അത് വന്ന് അവിടെ വന്നിരിക്കും. അത് ഈ ക്യൂവിലുണ്ടായിരുന്നൊരു കുട്ടി തന്നെയാണെന്ന് തോന്നുന്നു, അവിടെ വന്നിരിക്കും. പിന്നെ കുറച്ചും കൂടി ഞങ്ങൾ നീങ്ങുമ്പോൾ അവിടെ നമ്മുടെ മുമ്പിൽ തന്നെ വന്നിരുന്നിട്ടത് ഭഗവാൻ ഇങ്ങനെ കാണിച്ചു തരുന്ന പോലെ അതിങ്ങനെ അനുഭവിച്ചുകൊണ്ട്, അപ്പോഴും ഞാൻ ഒന്നും മിണ്ടണില്ല, നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഉള്ളിൽ പുറത്തേക്ക് എഴുന്നള്ളിക്കാൻ തുടങ്ങിയപ്പോൾ പുറമേ നിന്നുള്ള ക്യൂവ് അവിടെ ലോക്കാക്കിയപ്പോൾ ഈ ഉള്ളിൽ നിൽക്കണവരെ അകത്തേക്ക് ആ കൂട്ടീൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറ്റി നിർത്തി. എന്നിട്ട് അവരെ അങ്ങോട്ട് തൊഴൽ അപ്പോഴും പുറത്തേക്ക് എഴുന്നള്ളിച്ചാലും അകത്ത് തൊഴുന്നുണ്ട്. അത് മുടങ്ങണേ ഇല്ല, അങ്ങനെ ദർശനം മുടങ്ങണേ ഇല്ല. അപ്പോൾ ആ കൂട്ടിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി നിന്ന വഴിയുണ്ട്. ആ ഭഗവാൻ പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറ് നടയിൽ അതോ 3 ആനകളുണ്ടെങ്കിൽ ഇത്ര അടുത്ത് കാണാൻ പറ്റില്ല കണ്ണനെ. ഒരാനയുള്ള കാരണം കൊണ്ട് എനിക്ക് സന്തോഷമായി. ഒരാനയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതുവരെ സങ്കടം ഉണ്ടായത്, എനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല കേട്ടോ. അടുത്ത് വന്നിട്ട് കണ്ണൻ ഇങ്ങനെ ചാരി നിൽക്കണ പോലെ എന്തൊരു അനുഭവമായിരുന്നു എന്നറിയാം. അപ്പോൾ ആ കണ്ണ അപ്പോഴാണ് നാമജപമൊക്കെ വിട്ടിട്ട് കണ്ണ സന്തോഷമായി ഒരുപാട് സന്തോഷമായി എല്ലാവർക്കും നല്ലത് വരുത്തണേ എല്ലാവരുടെ മനസ്സിലും സന്തോഷമാവണേ എല്ലാവരെയും മനസ്സിൽ ശാന്തി സമാധാനം ഉണ്ടാവണേ, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. പിന്നെ കണ്ണാന്ന് കുറേ വിളിച്ചു. പിന്നെ വീണ്ടും ഹരേ രാമ എന്നെ കുറേ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഒരു മിനിറ്റോളം അവിടെ നിന്ന് അപ്പോഴേക്കും ഞങ്ങളുടെ ക്യൂ അങ്ങോട്ട് മുമ്പാക്കാൻ നീക്കി. അപ്പോൾ ആ മുമ്പിലേക്ക് വന്നിട്ട് കണ്ണനെ അവിടെ ഇട്ടിട്ട് പോണ പോലെ എനിക്ക് ഇങ്ങനെ അവിടെ നിർത്തിയോടത്ത് തിരിഞ്ഞ് നോക്കിയപ്പോണ്ട് നടന്ന് വന്ന് കണ്ണനും ഞങ്ങൾ ആദ്യം അടുത്ത് തന്നെ വന്ന് നിൽക്കണം. അങ്ങനെ പിന്നെയും ക്യൂ വിടുമ്പോൾ പിന്നെയും നടന്നിട്ട് വന്ന് നിൽക്കണത് കണ്ണൻ്റെ അടുത്ത് തന്നെ. ശരിക്കും ഉണ്ടല്ലോ, കണ്ണൻ കൈമ പിടിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക, അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം, അതേ അനുഭവമായിരുന്നു. അങ്ങനെ ആ ഉള്ളിലേക്ക് കയറണ വരെ കൃഷ്ണനെ അകത്തും പുറത്തും ഭഗവാനില്ലേ, അത് എവിടെയാണ് അകത്തും പുറത്തൊക്കെ ഭഗവാനാണെന്ന് കാണിച്ചത്. പുറത്തുണ്ട് ഞാൻ, അകത്തുണ്ട് ഞാൻ, എല്ലാ ദിക്കിലുമുണ്ട്, സർവ്വപ്രപഞ്ചത്തിലുമുണ്ടെന്ന് കാണിച്ചു തരുന്ന പോലെ കണ്ണനിതാ ആ തിരുനടയിലേക്ക് വരെ എത്തിയപ്പോൾ ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറിപ്പോയി. പിന്നെ കണ്ണനെ കണ്ടത് നടയിൽ, അവിടെ ഉള്ളിലുള്ള കണ്ണനെ ബാലഗോപാലനെ അവിടെ കണ്ട് അവിടെ സുഖമായിട്ട് തൊഴുതു. നല്ല ദർശനം കിട്ടിയെന്ന് നല്ല ദർശനം, കാരണം തിരക്കൊന്നും ഉണ്ടായില്ല. ഈ ഉള്ളിലുള്ളവരെ മാത്രമല്ലേ പുറത്തേക്ക് വിടുള്ളൂ, അപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നുള്ള തിക്കില്ല. സുഖമായിട്ട് തൊഴുതു. അങ്ങനെ നന്നായി ദർശനം കണ്ട് ഒക്കെ തൊഴുത് ആ ഉള്ളിൽ ചെന്നിട്ട് അവിടെയുള്ള ആ കണ്ണൻ അവിടെ ഉണ്ടല്ലോ, ബാലഗോപാലനായിട്ട് കണ്ണൻ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കണ്ണനെ ഒരു തുളസിമാലയൊക്കെ ചാർത്തി കണ്ണനോട് എല്ലാവിധത്തിലും എന്താ പറയേണ്ടതെന്ന് അറിയില്ല, നമസ്കരിക്കുക. കണ്ണനോട് ആ സന്തോഷം മുഴുവനും അനുഭവിച്ച എന്തെല്ലാം സന്തോഷമുണ്ടോ ഗുരുവായൂരപ്പ അതൊക്കെ ഭഗവാന് സ്വന്തം. എനിക്ക് അനുഭവിച്ചുല്ലോ, അത് മാത്രം മതി എന്ന് പറഞ്ഞ് ഭഗവാന് അതും കൂടി സമർപ്പിച്ച്
പുറത്തേക്ക് കടന്നപ്പോണ്ട് കണ്ണൻ അവിടെ നിൽക്കണു. വീണ്ടും പ്രദക്ഷിണം വച്ചിട്ട് കണ്ണൻ ഞങ്ങൾ ഇറങ്ങി വരണോടത്ത് കാത്തു നിൽക്കണ പോലെ, അവിടെ നിന്ന് കൈ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് പുറത്ത് കാത്തു നിൽക്കണ പോലെ അങ്ങനെ കണ്ണൻ അങ്ങോട്ട് നടന്ന് വീണ്ടും പ്രദക്ഷിണത്തിന് പോയപ്പോൾ ഞങ്ങൾ ഹരേരാമ നാമം ജപിക്കാനായിട്ട്. അപ്പോൾ ആ ഉത്സവം വലിയുള്ളതുകൊണ്ടോ എന്താണെന്നറിയില്ല, എത്ര അധികം നേരം പുറത്തേക്ക് എഴുന്നള്ളിച്ച കാരണം കൊണ്ടാവും. പിന്നെ ഞങ്ങളവിടെ പോയി ഹരേരാമ നാമം ജപിക്കാനായിട്ട് ഇരുന്നിട്ട് മനോഹരമായിട്ട് കുറേ സമയം, അതായത് വേഗം തൊഴുത് കഴിഞ്ഞു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ചെന്നിരുന്ന് കുറേ സമയം ഹരേരാമ നാമം ജപിച്ചു. ഹരേരാമ നാമമൊക്കെ ജപിച്ച് കഴിഞ്ഞ് മനസ്സ് നിറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് അത്രയും സന്തോഷിച്ചിട്ട് പറഞ്ഞയച്ചു. അത്രയും സന്തോഷിച്ചിട്ട് പറഞ്ഞു 2 ദിവസം വേണമെങ്കിൽ നിന്നോളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരുടെ കാര്യം നമ്മൾ ആലോചിക്കണമല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ദശമി വിളക്ക് കണ്ടു, ഭഗവാന്റെ നവമിയും ദശമി ഏകാദശിയും ഭഗവാനെ തൊഴാൻ പറ്റി. ഭഗവാൻ കൂടെ വന്നു, പ്രദക്ഷിണം വച്ചു, ഇതൊക്കെ ഉണ്ട്. ഇതിലും പരം ഇനി എന്താ വേണ്ട, ഒക്കെ സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം, ഇനി ഇവിടെ നിന്നിട്ട് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നാമജപത്തുനിന്ന് നമസ്കരിച്ച് പുറത്ത് കടന്ന് വീണ്ടും ഒന്നിങ്ങനെ കറങ്ങി നോക്കി ആ ഭക്തന്മാരൊക്കെ നിൽക്കണത്. അപ്പോൾ ഞങ്ങൾ വരണ സമയത്ത് ചോദിച്ചു, ശരിക്കും ക്യൂ നിന്ന് തൊഴാനുള്ള ഈ ക്യൂ എവിടെയാണ് എന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു റോഡും കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് സ്റ്റാൻഡ് വരെ എത്തിയിട്ടുണ്ട്, ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി കേട്ടോ, ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എവിടെയാണെന്നറിയാം, ഭക്തന്മാരെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കാൻ ഭഗവാൻ ഓരോരുത്തരുടെയും കർമ്മപ്രാരബ്ധങ്ങൾക്കനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ വന്ന് ചേർക്കും എന്നറിയാം. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനായിട്ട് അതിനൊരു തീരുമാനം എടുക്കണില്ലേ, ഭഗവാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിശ്ചയിക്കട്ടെ എന്ന് തന്നെയായിരുന്നു ഉള്ളിൽ. അങ്ങനെ തൊഴുതൊക്കെ സുഖമായിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ ഗുരുവായൂർ തന്നെ കീഴ്ശാന്തി തിരുമേനിയായി ശശിയേട്ടൻ എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വൈഫ് ഞാനുമായിട്ട് നല്ല അടുപ്പാണ്, സൗമ്യയായിട്ട്. അപ്പോൾ സൗമ്യയ്ക്ക് ഈ പ്രേമസിന്ധുവിലെ മുക്താവലികൾ എന്നുള്ള പുസ്തകം, കുറച്ച് പുസ്തകങ്ങൾ, ഒരു 10-15 പുസ്തകങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 കോപ്പി കുമാരേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു, 1 കോപ്പി സൗമ്യയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്ന് പറയാൻ വേണ്ടി അവിടെ കയറിയതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി, ഭഗവാന്റെ ഗോതമ്പ് ചോറും രസകാളനും അതുപോലെ പുഴുക്കും ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞ് അതൊക്കെ വയറ് നിറച്ച് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞോണം, രാത്രിയാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിച്ചത്. അതുവരെ വിശപ്പ് തോന്നാത്തത്രയ്ക്ക് മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു പഷ്ണി കിടക്കണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടല്ലേ അത് തന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം സന്തോഷമായിട്ട് ഭഗവാന് ഒരുപാട് സന്തോഷമായില്ലേ എന്ന് ചോദിക്കണ പോലെയായിരുന്നു ഓരോരുത്തരുടെ ഇടയിലും. അതിനിടയിൽ മറ്റൊരു കാര്യം ഉണ്ടായി, രാധാദേവിയെ പോലെ ഒരു കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഞാൻ ആ മോളോട്, പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റണില്ല ആ ഒരു ഭാവം കണ്ടിട്ട് ഞാൻ ചോദിച്ചു മോളുടെ പേരെന്താ, എന്തൊരു ഭക്തി ആ കുട്ടിക്ക്. അപ്പോൾ ഞാൻ ആ മോളോട് ചോദിച്ചു മോളുടെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ സ്നേഹ എന്നൊക്കെ പറഞ്ഞ കുട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ അകത്ത് കടത്തി നിർത്തിയപ്പോൾ ഒരു കുട്ടി, ഒരാൺകുട്ടി, ഈ പറഞ്ഞോണം തന്നെ ഒരു 10-25 വയസ്സായിണ്ടാവും, ഇങ്ങനെ മുഖത്തുനിന്ന് കണ്ണെടുക്കാണ്ട് ഒരു വല്ലാത്ത പുഞ്ചിരിയോട് കൂടിയിട്ട് നോക്കി കണ്ണെടുക്കാണ്ട് നോക്കി നിൽക്കുക തന്നെ. പരിചയപ്പോൾ ഏതെങ്കിലും വിധത്തിൽ കണ്ട് പരിചയമുണ്ട്, ഇതിലൊക്കെയാണെങ്കിൽ എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യും അല്ലേ, അങ്ങനെയാണോ പ്രേമപുഷ്പാഞ്ജലിയുള്ള അമ്മയാണോ എന്നൊക്കെ ചോദിക്കും. ഇതൊന്നും ചോദിക്കണമില്ല, പറയണമില്ല, ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടേയിരിക്കുക. ഞാനും അതെ, കുറേ കണ്ണെടുക്കണില്ല. ഇടയ്ക്ക് ഞാനാണ് കണ്ണ് മാറ്റി പിന്നെ നോക്കുമ്പോൾ ഇങ്ങടെ തന്നെ നോക്കി നിൽക്കണം. ആ കുട്ടി ചിരിക്കണം. അവൻ്റെ കയ്യിലൊരു ഓടക്കുഴലും ഉണ്ട്, ശരിക്കും ഓടയുടെ കുഴൽ, അങ്ങനത്തെ ഒരു കുഴൽ, ഓടക്കുഴൽ ഭഗവാൻ സമർപ്പിക്കാൻ വാങ്ങിയതാവും, ഒരു ഓടക്കുഴലും ഉണ്ട്. ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഈശ്വര രാധയും കൃഷ്ണനെയും കണ്ടു. അപ്പോൾ ഞാൻ കൂടെയുള്ള കൂട്ടുകാരി ഞാൻ ശ്രീദേവിയോട് പറഞ്ഞു, ശ്രീദേവി നോക്ക്, രാധയും കൃഷ്ണനുമാണ് എനിക്ക് തോന്നണേ, ഇവർ 2 പേരും രാധയും കൃഷ്ണനുമായിട്ടാണ് എനിക്ക് തോന്നണത്, അതുപോലെയാണ് എനിക്ക് അനുഭവം വരണേ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ക്യൂ അങ്ങോട്ട് അപ്പോഴാണ് കണ്ണൻ ആനപ്പുറത്ത് വന്നത്. അതോടുകൂടി ഞാൻ ഇവരെ 2 പേരെയൊക്കെ മറന്നുപോയി.
പിന്നെ കണ്ണൻ്റെ പിന്നാലെ നടന്നിട്ട് അവിടെ അകത്ത് തൊഴുതിട്ട് ഗണപതിയെ തൊഴുതു വരുമ്പോണ്ട് ഈ മോൻ മുന്നിൽ നിൽക്കണം. അപ്പോൾ ഞാൻ എന്നെ ഇത്ര നേരം നോക്കി ചിരിച്ചതല്ലേ, അപ്പോൾ എന്താ പേരെന്ന് ചോദിക്കാം, ഞാൻ ഒന്ന് ചിരിക്കാം ചിരിച്ചു. അപ്പോഴും ഞാൻ ചിരിച്ചിട്ടുണ്ടായിരുന്നു എന്നെ നോക്കി ചിരിച്ചപ്പോൾ. അപ്പോൾ ചിരിച്ചപ്പോൾ ആ കുട്ടി നല്ലോണം എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് യാതൊരു പരിചയമില്ലാത്ത മട്ടിൽ അവിടുന്ന് പോയി. ഞാനവിടെ ഭഗവാന്റെ അവിടെ പൂജിക്കുക, ഭഗവാന്റെ അവിടെ മാല ചാർത്തുമ്പോൾ അടുത്തുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അവനെ നോക്കിയപ്പോൾ അവനെ കണ്ട് പരിചയമില്ലാത്ത പോലെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ആ സമയത്ത് ഗുരുവായൂരപ്പൻ തന്നെ ആ ഉള്ളിലെ ആ ഓടക്കുഴലും പിടിച്ച് കണ്ണൻ എന്നോട് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരനുഭവം ഉണ്ടാവണമെന്ന് കൊതിച്ചുല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഭഗവാൻ എല്ലാ വിധത്തിലും ഭഗവാൻ നിറച്ച് തന്നു. ഒരു ജന്മം മുഴുവനും അനുഭവിക്കാനുള്ളതൊക്കെ നിറച്ച് തന്നു. ഇനി എപ്പോഴും ഏകാദശിക്ക് ഇപ്പോഴും ആ ഗുരുവായൂർ ജന്മാഷ്ടമി എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ ആ അഷ്ടമി അനുഭവിക്കുന്നത്, അതുപോലെ തന്നെ ഭഗവാന്റെ പിറന്നാൾ അവിടെ ഞാൻ അത്രയും അനുഭവിച്ചതാണ്. അതുപോലെ അതിലും കുറച്ചും കൂടി ഉപരിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു അനുഭവം കൂടിയൊക്കെ ഭഗവാൻ പങ്കുവച്ച് തന്നത്. ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു ഭാവമാണ്, എല്ലാം മനസ്സിൻ്റെ ഭാവമാണ്. പറയാണ്ട് വയ്യ, അത്രയും നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ്. കാരണം മനസ്സ് ഭഗവാനോട് കൂടി ചേർന്നിരുന്നാൽ എല്ലാം കാണുന്നതൊക്കെ നമുക്ക് ഭഗവാനായിട്ട് അനുഭവിക്കാൻ പറ്റും. മറ്റുള്ളതൊന്നും നമ്മൾ കാണില്ല, അതാണ്. അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയോ തിക്ക് നടക്കുന്നുണ്ട്, തിരക്ക് നടക്കുന്നുണ്ട്, വഴക്ക് നടക്കുന്നുണ്ട്, വാക്കുവാദങ്ങൾ നടക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു എവിടെയോ ഇങ്ങനെ എന്തോ പോലെ ഇങ്ങനെ തോന്നുന്നല്ലാണ്ട് നമ്മുടെ ഉള്ളിലേക്ക് അതൊന്നും എത്തണില്ല. പുറമേ വീട് അടച്ചിട്ടിട്ട് വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ പുറത്തെന്തോ ഒരു ആൾ നടക്കുക അങ്ങനെ തോന്നുള്ളൂ. അത്രയും നമ്മുടെ ഉള്ളിൽ ഭഗവാൻ നിറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാണ്ട് നമ്മുടെ ശ്രദ്ധ ഭഗവാനിലേക്ക് വെച്ചാൽ എല്ലാം ഭഗവാൻ നമുക്ക് അനുഭവമാക്കി തരും എന്നുള്ളത് ഉറപ്പാണ്. നാവുമെന്ന് പിരിയാണ്ട് ആ നാമം ജപിക്കുകയും കൂടി ചെയ്താൽ തീർച്ചയായിട്ടും അത് ഭഗവാന്റെ കാരുണ്യമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇതിനൊക്കെ വേറെ പല ന്യായങ്ങൾ പറയാം. അവിടുന്ന് തൊട്ട് നിന്ന് അങ്ങനെ നിൽക്കണു, അവരെ പറ്റിച്ച് കിടക്കുകയാണ്, അത് ചെയ്യുകയാണ് ഇത് ചെയ്യുകയാണെന്നൊക്കെ ന്യായം പറയണവരുണ്ടാവാം. പക്ഷേ ആദ്യമൊക്കെ ഞാനും ഇങ്ങനെ ന്യായം പറഞ്ഞായിരുന്നു. ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ പറയാത്തത്. ആദ്യം നമ്മൾ അതിനായിട്ട് ചെന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നമ്മളത് വിചാരിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ പിന്നെ ആ ഒരു ന്യായം എവിടെയാണ്? പിന്നെ അതുപോലെ കാര്യങ്ങളും അതെ. പണ്ട് ഈ ഭാഗവതം കേൾക്കാൻ പോണ സമയത്തെ ഒരു നാമം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാവുകുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. ഈ ഈരടികൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൽ വരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നു. എന്താ വെച്ചാൽ പിന്നീട് അതിൽ വരുന്ന വരികൾ, മോഹം പലതുമേ സാധിച്ചിടാതെ ഞാൻ ദേഹം ക്ഷയിച്ചൊരു വൃദ്ധനായി തീർന്നു ഞാൻ. ദണ്ണവും വന്നു പിടിപെട്ടുവല്ലാതെ ദണ്ഡിച്ചുകൊണ്ടു കിടക്കുന്ന വേളയിൽ നാവുകുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ദേഹം അങ്ങനെ നരകിച്ച് കിടക്കണ ഒരു അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരവസ്ഥ ഭക്തന് ഉണ്ടാവുകയില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. ഭഗവാന്റെ നാമം ജപിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക. ഭഗവാൻ അങ്ങനെ കഷ്ടപ്പെടുത്തില്ല, ഭഗവാൻ സുഖമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും നമ്മളെ. അങ്ങനെയല്ലാണ്ട് ഈ ദേഹങ്ങൾ ഒരു കഷ്ടപ്പാടും ഉണ്ടാക്കില്ല. അതാണ് എൻ്റെ ചിന്ത, അങ്ങനെയായിരുന്നു. അതിലുണ്ട് മെയ്യൂ തളർന്നോ, വരികൾ മറന്നുപോയി. മെയ്യൂ തളർന്നു വിവേശനായെന്ന് ഒന്നുമേ ചെയ്യുവാൻ വയ്യാതെ കൈകാൽ കുഴഞ്ഞു ഞാൻ. മാലിന്യമേറ്റാമി എന്നൊരു ശയ്യയിൽ മാലാണ്ടുകൊണ്ടു കിടക്കുന്ന വേളയിൽ നാവുകുഴയാതെ നാമം ജപിക്കുവാൻ
സാധിച്ചിടണമേ നാരായണ ഹരേ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ പറയും ഇങ്ങനെ ഭഗവാനെ കിടത്താൻ സാധിക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു ചിന്തകൾ. കാരണം ഒരു കഥ ഒന്നും അറിയില്ല, എനിക്ക് വേറെ ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഭാഗവതാചാര്യന്മാരെപ്പോഴും പാടുന്നത് അതൊക്കെ. ഇത് വരുമ്പോൾ നാവ് പുഴയുടെ നാമം ജപിക്കണം എന്നല്ലാണ്ട് മറ്റതൊന്നും ഞാൻ കേൾക്കാനേ ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി വേഗം ഹരേ രാമ എന്നിങ്ങനെ ജപിക്കും. കാരണം ഇത് അങ്ങനെ വരില്ല എന്നൊരു ചിന്തയായിരുന്നു. പക്ഷേ ഈ ദേഹം എന്ന് വിചാരിച്ചാൽ അത് നശിക്കുന്നതാണ്. ഈ ദേഹം നമുക്ക് ഇരിക്കണത് ആ ദേഹത്തിലിരുന്നു കൊണ്ട് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ അനുഭവിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ കർമ്മപ്രാരാബ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ വന്നു പെടും നമ്മളുടെ. ഇപ്പോൾ ചെയ്തതാവണമെന്നില്ല, പൂർവ്വജന്മകൃതമായിട്ടുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ദേഹം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കാരണം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ഒക്കെ കഥകളൊക്കെ കേട്ടു നോക്കൂ. വലിയ മഹാത്മാക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും അവരൊക്കെ നാമം ജപിച്ചിട്ട് എന്താ കാര്യം ഉണ്ടായി, എങ്ങനെയല്ലേ ചോദിക്കും. നാമം ജപിച്ചപ്പോൾ അവർക്ക് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നിസ്സാരായ നമുക്ക് പോലും അത് തിരിച്ചറിയണമെന്ന് വെച്ചാൽ അവരുടെയൊക്കെ അറിവ് നോക്കുക. അവരാ ശരീരത്തിലുണ്ടാവണം ഒന്നും അനുഭവിക്കുന്നേ ഇല്ല. മരവിച്ച ശരീരത്തിനെ എങ്ങനെ കീറി മുറിച്ചാലും എന്ത് ചെയ്താലും എങ്ങനെയാണോ അതുപോലെയാണ് അവരുടെ അനുഭവം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ശരീരമായി കഴിഞ്ഞാൽ ഈ പ്രാരാബ്ധങ്ങൾ വരും. കൈവേദന, കാലുവേദന, ശരീരം പറഞ്ഞാൽ കേൾക്കണില്ല എന്നുള്ളത് വരുമ്പോൾ പലരും ചോദിക്കും അമ്മയുടെ വേദന മാറിയോ? അമ്മ കണ്ണനോട് പറയണില്ല. ഞാൻ ചോദിച്ചു എന്തിന് കണ്ണനോട് പറയണു? ഇത് അവനവൻ ചെയ്ത കർമ്മത്തിൻ്റെ കുറേയൊക്കെ നോക്കി പിന്നീട് തോന്നുകയാണ് എന്തിനാ അതൊക്കെ ചെയ്യണേ. ഇതൊക്കെ അവനവൻ ചെയ്ത കർമ്മ പ്രാരാബ്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നു ചേരണം. അപ്പം എന്തൊക്കെ നമുക്ക് വന്ന് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേർന്നിരിക്കും തീർച്ചയായിട്ടും. ഏതിനൊക്കെ നമ്മൾ തടസ്സം വച്ചിട്ട് എന്തൊക്കെ നോക്കിയാലും അത് വരുന്നതാണെങ്കിൽ വന്നിരിക്കും. അത് പല അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം പല അമ്മമാരുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ക്യാൻസർ വന്നിട്ട് മാറിപ്പോയ. കാരണം അത് വരണം എന്നുള്ളൊരു നിയോഗമായ ജീവനുണ്ടായിരുന്നു, പക്ഷേ അനുഭവയോഗം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് മാറിപ്പോയി. എത്രയോ മഹാത്മാക്കൾ അത് അനുഭവിച്ചിട്ട് പോയിട്ടുണ്ട്, അവർക്കത് അനുഭവയോഗം ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലേ ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട സുധയുടെ കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. അവർക്ക് അത് അനുഭവിച്ച് ആ ശരീരത്തിൻ്റെ എല്ലാ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളൊക്കെ തീർത്ത് അവർക്ക് സാക്ഷാൽ ആ സദ്ഗതി കിട്ടാനായിട്ടുള്ള ഭഗവാന്റെ ഇതാണ്. അപ്പോൾ അത് ആ ശരീരങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗങ്ങളായാലും ദുരിതങ്ങളായാലും ദുഃഖങ്ങളായാലും മനോവിഷമങ്ങളായാലും നമ്മൾ സ്നേഹിക്കണവരൊന്നും നമ്മളെ സ്നേഹിച്ചോളണമെന്നില്ല. നമ്മളെ സ്നേഹിക്കണവരുടെ സ്നേഹം ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞോളണമെന്നില്ല. അതൊക്കെ അനുഭവയോഗം ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നടക്കുള്ളൂ. അനുഭവയോഗം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ആരെങ്കിലും വെച്ച് ഒരു സാധനം നീട്ടാം ചിലപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നു പാൽപ്പായസം കുടിക്കാൻ കൊതിയായിട്ട് വയ്യ. ഒരാൾ പറഞ്ഞാൽ പാൽപ്പായസം തരാമെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെച്ച് നീട്ടുമ്പോൾ ഒരു കുട്ടി ഇങ്ങോട്ട് ഓടി വരിക. അപ്പം നമ്മളെ ആരെങ്കിലും തട്ടിയാൽ പാൽപ്പായസം മറിഞ്ഞു പോയി. ആകെ ഒരു ഗ്ലാസ് ഉണ്ടായുള്ളൂ. അനുഭവയോഗം ഇല്ല. പിന്നെ ഇങ്ങനെ അത് കഴിക്കാൻ പറ്റും, നീട്ടിയാലും അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ നാമജപത്തിൻ്റെയൊക്കെ മഹത്വം. അപ്പോൾ അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പം നമുക്ക് ഒന്നിനെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നില്ല. അവരെന്താ അങ്ങനെ ചെയ്തേ, ഇവരെന്താ ഇങ്ങനെ ചെയ്തേ. നമുക്കിതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇവരൊന്നും നമ്മളുടെ ഇടയിൽ വരണ്ട. നമുക്ക് ഗുരുവായൂരപ്പന് മാത്രം മതി, അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും വരണ്ട. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരും ഗുരുവായൂരപ്പനായിട്ടുള്ളത് അത് അവർ തമ്മിൽ തീർത്തോളും. നമ്മളതിൻ്റെ ഇടയിൽ കയറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനാവശ്യമായിട്ട് എന്തിനാ അതിൻ്റെ ഇടയിൽ കയറി നിന്ന് അഭിപ്രായങ്ങൾ പറയാൻ പോണേ. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവരും ഗുരുവായൂരപ്പൻ അവരോട് കാണിക്കുന്ന ലീലയാണ്. അത് ഗുരുവായൂരപ്പൻ തീർത്തോളും. നമ്മളോട് എന്താന്ന് മറ്റുള്ളവരുടെ കാര്യമൊക്കെ നോക്കി നിൽക്കുമ്പോൾ അവനവൻ്റെ കാര്യമൊക്കെ നമ്മൾ അനുഭവിക്കാണ്ട് പോകും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ കുറേ പ്രാവശ്യം കണ്ണൻ വന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഞോണ്ടി വിളിക്കുക എന്ന് പറയില്ലേ, ഇങ്ങനെ ഞോണ്ടി വിളിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ വിളിച്ചിട്ടുണ്ടാവും. നമ്മളെ കൈ തട്ടി മാറ്റിയിട്ട് മറ്റുള്ളവരെ നോക്കി നിൽക്കുമ്പോൾ ആ കണ്ണൻ വന്നത് അറിയാണ്ട് നമ്മൾ പോകും. എന്തിനാ അതിനൊക്കെ പോണേ. അപ്പം നമുക്ക് ആ ശ്രദ്ധ ഭഗവാനിലാണെങ്കിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാനാണ്. അപ്പോൾ ഓരോ ജീവനും
അതിനിപ്പോൾ ആ കുട്ടി നാമം ജപിച്ചിരിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ടാവും ആ കുട്ടിയിൽ എനിക്ക് രാധാറാണിയെ ദർശിക്കാൻ സാധിച്ചത്. അതുപോലെ ആ ഭക്തിയിൽ നാമം ജപിക്കുന്ന ഒരു മോനായതുകൊണ്ടാവും ആ മോനിൽ ആ കണ്ണനെ കാണാനായിട്ട് എത്രയോ പേര് നിൽക്കുന്നുണ്ട്. അവരെല്ലാവരെയും നമുക്ക് തോന്നില്ലേ, അത് നമ്മുടെ അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ പിന്നെയും എത്രയോ ഉയരത്തിലേക്ക് എത്തണം അല്ലേ. അപ്പം അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഓരോ അനുഭവത്തിലൂടെയും പഠിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് എവിടെ ഇനിയും നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മളിതൊക്കെ ആലോചിക്കുക. നമ്മൾ ഒന്നും വേണ്ട അയ്യോ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ തീരുമാനിക്കും. ഇപ്പോൾ ഞങ്ങൾ ബോംബെക്ക് പോയി പാണ്ഡുരംഗൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് മുറിയൊക്കെ ബുക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ആയതാ. അതെല്ലാം നമുക്ക് അനുഭവയോഗം. ആ വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള ദുഃഖം തീർക്കണ്ടേ, വൃന്ദാവനത്തിലേക്ക് വരൂ. അവിടെ അല്ലെങ്കിലും ഇവിടെ ഞാൻ എവിടെയാണോ നീ ഉള്ളത് അവിടെ നിനക്ക് വൃന്ദാവനം ഒരുക്കാമെന്ന് ഭഗവാൻ പറഞ്ഞതായിട്ടാണ് അനുഭവിക്കണേ. അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് അതിനെ സ്വീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമല്ലേ, ഭഗവാന്റെ കാരുണ്യമല്ലേ. അപ്പം നമ്മളായിട്ട് നിശ്ചയിക്കണതൊന്നുമല്ല നടക്കണത്, നമുക്ക് തോന്നണതാണ്. ഇവിടെ ഒന്നും നമ്മളായിട്ട് നിശ്ചയിക്കേണ്ടത് നടക്കണില്ല. എന്തൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കാണ്ട് പോകണമില്ല. ഇതൊക്കെ കാലവൈഭവത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മളതൊന്നും ആവശ്യമില്ല. എങ്ങനെയാണോ ആ അമ്മയെ മാത്രം ആശ്രയിച്ചിരിക്കണ കുഞ്ഞിൻ്റെ പോലെ അമ്മയുടെ സ്നേഹം കണ്ടിട്ട് അമ്മയെ മാത്രം അല്ലേ, അപ്പം അമ്മ നേരാനേരത്തിന് വേണ്ടത് തരും. ആ അമ്മ നമ്മുടെ കയ്യും പിടിച്ച് നടക്കുന്ന സമയത്ത് അമ്മ നേരത്തിന് വേണ്ടത് തരും. നമുക്ക് വേണ്ടതൊക്കെ അറിഞ്ഞു തരണ ആ ഒരു കുഞ്ഞിൻ്റെ അതേ ഭാവത്തിൽ ആ ഭഗവാനോട് മനസ്സ് ചേർത്തിട്ട് അതിൽ മാത്രം ഓരോ തവണയും നമ്മൾ പോകുമ്പോൾ അതാവണം കാരണം നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ പറയണ്ട എല്ലാവരും ഏകാദശിക്ക് പോകേണ്ടതെന്ന് കേൾക്കണം, കൊതിയാവുക എനിക്ക് പോവാൻ. അവരൊക്കെ അങ്ങനെ ചെയ്തു അത്രേ, അവരൊക്കെ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചു അത്രേ, എനിക്കും രാത്രി ഉറക്കമൊഴിക്കണം എന്നൊക്കെ വിചാരിച്ച് പോയി. കാരണം അങ്ങനെ പോയിട്ട് രാത്രി മുഴുവൻ അതുപോലെ ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. നമ്മുടെ ദേഹബോധം എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതുപോലെയാണ്. നമുക്ക് അവരുടെ അത്രയ്ക്ക് ദൃഢത നമുക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഒരാൾ ചെയ്യണ കണ്ടിട്ട് നമുക്ക് ചെയ്യാന്നല്ല, നമ്മുടെ ഉള്ളിൽ കൊതി വരണം, നമുക്കത് അനുഭവിക്കണം എന്നുള്ള കൊതി വരണം. അങ്ങനെ ചെന്നിട്ട് പോകുമ്പോൾ എന്നിട്ട് അത് തല കറങ്ങി വീണോ അതാവണോ ബുദ്ധിമുട്ടാവണോ അല്ലെ, എത്രയോ തവണ ആംബുലൻസൊക്കെ വന്ന് ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ടുപോകണം. ആ അമ്പലത്തിൻ്റെ ചുറ്റും ആംബുലൻസ് എത്രയാണ് വന്ന് പോണത്. അപ്പോൾ അത് ആലോചിച്ച് നോക്കൂ. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആ ഭഗവാനോട് പറയുക, ഭഗവാനെ കൊതിയുണ്ട്, നല്ല കൊതിയുണ്ട്. ഞാൻ വാശി പിടിപ്പോൾ പറയാം, ഞാൻ എന്തായാലും ഏകാശി കഴിഞ്ഞിട്ടേ വരണുള്ളൂ, ഞാൻ അവിടെ നിൽക്കണില്ല കേട്ടോ, ഞാൻ വരണില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ സമ്മതിക്കും. പക്ഷേ അങ്ങനെ പറയാൻ തോന്നിക്കാഞ്ഞതും ഭഗവാന്റെ കാരുണ്യം. ആഗ്രഹം ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുവരെ ഏകാദശിയായിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അത് അനുവാദവും ലഭിച്ചു. അപ്പോൾ അതൊക്കെ ഭഗവാൻ വേണ്ടതുപോലെ ആ സമയമാകുമ്പോൾ ഇത്രയും വർഷം കാത്തിരുന്നിട്ട് ഈ 59ാമത്തെ വയസ്സിലാണ് ഭഗവാന്റെ ആ ഏകാദശി അനുഭവിക്കാൻ യോഗം ഉണ്ടായത്. അപ്പോൾ അതാണ് നമുക്ക് എപ്പോഴാണ് അവസരം, അതുവരെ ഭഗവാൻ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവും. അതുപോലെ ശബരിമലയ്ക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു. ആഗ്രഹിച്ച് ഓരോ തവണ ആഗ്രഹിച്ചിട്ട് പോകാൻ നോക്കുമ്പോൾ അതൊക്കെ തടസ്സം വന്ന് എന്നും തടസ്സം തന്നെ. ഈ അടുത്ത കാലത്ത് പോലും വിചാരിച്ചു ശബരിമലയ്ക്ക് പോകുന്ന, അതും തടസ്സം തന്നെ. ഇപ്പോൾ ശരീരം കൂടി പറഞ്ഞാൽ കേൾക്കാണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ശരീരവും വച്ചിട്ട് ഈ ജീവന് ആ തിരുനടയിൽ എത്താൻ യോഗം ഉണ്ടെങ്കിൽ ഭഗവാൻ ഏതൊരു അവസരത്തെ എത്ര പ്രായമായാലും ഏത് ഇതായാലും അവിടെ എത്തിച്ചിരിക്കും. ഇല്ലെങ്കിൽ അവിടെ എത്തില്ല, നമ്മളെത്ര പ്രയത്നിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിട്ടു. ഭഗവാനെ അങ്ങേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമുണ്ടോ ശരി, ഇല്ലെങ്കിലും ഭഗവാൻ ഒരിക്കലൊരു കാഴ്ച, ഒരു സ്വപ്നദർശനം തന്നിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഹരിവരാസനം, കണ്ണടച്ചാൽ കാണുന്ന ഹരിവരാസനം. ആരും കാണാത്ത ഹരിവരാസനമാണ് ഞാൻ കണ്ടത്. ശരിക്കും ഇന്നേ വരെ ആരും കാണാത്ത അത്രയ്ക്കുള്ളൊരു ഹരിവരാസനമാണ് കണ്ടത്. പലരും അവിടെ ചെന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല അവിടെ ഹരിവരാസനം എന്ന്. പക്ഷെ ഭഗവാൻ എനിക്ക് ഇങ്ങനെയാണ് കാണിച്ചു തന്നത്. എനിക്കത് ഒരുപാട് സന്തോഷമാണ്. ആ ഒരു കണ്ണടച്ചാൽ കാണുന്ന ആ ഒരു ഹരിവരാസനം തന്നിട്ടുണ്ട്. ചിലപ്പോൾ അതേ ഉണ്ടാവുള്ളൂ ഈ ജന്മം, വല്ലാണ്ട് അതാണ് ഈ ജന്മം ഉണ്ടാവുക. അല്ലാണ്ട് ഭഗവാനോട് വാശി പിടിച്ച് പോയി കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്കും കൂടിയും അല്ല, അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അതും സംഭവിക്കില്ല എന്നല്ല പറയണത്. എന്നാലും ഭഗവാന്
സമർപ്പിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഓരോന്നും അങ്ങനെയാവട്ടെ, ഓരോ സമർപ്പണങ്ങളാവട്ടെ, നമ്മുടെ ഓരോ തിരിച്ചറിവുകളാവട്ടെ, ഓരോ അനുഭവങ്ങളും തിരിച്ചറിവുകളാവട്ടെ, ഓരോന്നും അനുഭവങ്ങളാവട്ടെ. അപ്പോൾ അങ്ങനെ ആ ഒരു സ്നേഹം ലെന എത്രയോ കാലമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, വരൂ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഗുരുവായൂരപ്പനാ തീരുമാനിക്കണേന്ന് ഉറപ്പിച്ചു വെച്ചു. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തീരുമാനം ഇതായിരുന്നു. അപ്പോൾ എന്തുണ്ടായി, ഒരുപാട് പേർക്ക് ഒരുപോലെ ആ ഭഗവാൻ സന്തോഷം കൊടുത്തു. ആ കുട്ടിക്ക് എത്ര സന്തോഷമായി കണ്ടത്, എനിക്കും ആ മോളെ കണ്ടത് ഒരുപാട് സന്തോഷമായി. അനുഭവങ്ങളും അതെ, അപ്പോൾ ഒരുപാട് സന്തോഷമായി. എല്ലാം ആ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യാണ്. ഇത്രയൊന്നും പറയണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാനിവിടെ ഇരുന്നത്. കുമാരേട്ടൻ്റെ വാക്ക് കേട്ടിട്ട് ആ അനുഭവം ഒന്ന് പറയൂ സുദർശനാമേ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് പറയാനിരുന്നത്. പക്ഷെ ഭഗവാൻ ഇത്രയും വാക്കുകളെ ഇവിടെ സമർപ്പിക്കാനായിട്ട് അനുവദിച്ചു. ഇതൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭഗവാന്റെ പാദത്തിൽ തന്നെ ഈ ഒരു ആനന്ദം, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടെന്നറിയാം. അതുപോലെ കുമാരേട്ടൻ്റെ സ്നേഹം, അനുഗ്രഹം, അച്ഛൻ്റെ സ്നേഹം, അനുഗ്രഹം, സ്വാമിജിയുടെ ആ ഒരു അനുഗ്രഹം, ഇതൊക്കെ എല്ലാം കൂടിയിട്ടാണ് ഈ ഒരു അനുഭവം, മനോഹരമായ അനുഭവം കിട്ടിയത്. അപ്പം അത് ഭഗവാന്റെ പാദത്തിൽ തന്നെയല്ലേ സമർപ്പിക്കേണ്ടത്. ഇതിലും വലുതായിട്ട് ഒന്നും നമുക്ക് സമർപ്പിക്കാനില്ല. നമ്മുടെ മനസ്സങ്ങട് നിറയുമ്പോൾ അല്ലേ, ഒരു നിറഞ്ഞിങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക, നിറഞ്ഞ് നിന്നു. അപ്പോൾ അത് മുഴുവനും എന്ത് ചെയ്യണം, അത് മുഴുവനും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. അപ്പോൾ വീണ്ടും സ്ഥലമായി, അപ്പോൾ ഇനിയും നിറയും. അപ്പം നിറയുമ്പോൾ അതും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. അങ്ങനെ ആ ഉള്ളിൽ കരളിൽ നിറയുന്ന പ്രേമപ്പാലല്ലാതെ കാർവർണ്ണൻ എന്തു നൽകാൻ, കണ്ണനു ഞാൻ എന്തു നൽകാൻ. രാധേശ്യാം.